ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് ഹെയർ ബൺസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ഓൾ എന്ന ഓപ്ഷനും അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഓർഗാൻസ റിബണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതേപോലെ 2 പീസ് റൗണ്ടിൽ ക്യാൻവാസ് വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ബണ്ണ് വേണം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ടൈപ്പ് ബണ്ണായാലും എടുക്കാം കേട്ടോ. പിന്നെ ഇതേപോലെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ ബീഡ്സും ഹാഫ് ബീഡ്സുമാണ്. പിന്നെ ബീഡ്സ് ഒട്ടിക്കുന്നതിനായിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ 2 പീസ് നമുക്ക് ഓർഗാൻസ റിബൺ വെട്ടിയെടുക്കാം. ആദ്യത്തെ ഈ ഒരു പീസ് വന്നിട്ട് 55 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പീസ് 40 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ലൈറ്റർ വെച്ച് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അതിൻ്റെ സൈഡിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ഭാഗവും ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒരുപാട് വലിച്ച് കെട്ടിക്കൊടുക്കണ്ട, കുറച്ചൊരു ലൂസായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ഇനി രണ്ടാമത്തെ പീസ് വന്നിട്ട് ഇതേപോലെ രണ്ടറ്റം ഒന്ന് കത്തിച്ച് കൊടുക്കുക. ഇതേപോലെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഇത് മുറുക്കി കെട്ടിക്കൊടുക്കണം കേട്ടോ. നല്ല ടൈറ്റായി വലിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നൂല് പൊട്ടിപ്പോകാതെ നോക്കണം. അതിന് ശേഷം ഇതൊന്ന് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുന്നി കൊടുക്കാം. ഇനിയൊരു ക്യാൻവാസ് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ടാമത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ ഞാൻ ഒട്ടിക്കുന്നതിനായിട്ട് ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഷുഗർ ബീഡ്സും ഹാഫ് ബീഡ്സും എടുത്തിട്ടുള്ളത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അവിടെ എവിടെയായിട്ട് ഒന്ന് ഞാൻ എല്ലാവിടെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഡ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അത് ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് ഓർഗാൻസ റിബണിൻ്റെ. എന്നിട്ട് കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതായി മടക്കിയെടുക്കാം. ഇനി അടുത്തൊരു പീസ് റൗണ്ടിൽ വെട്ടി വെച്ചിരിക്കുന്ന ക്യാൻവാസിൻ്റെ ഇതേപോലെ 2 സൈഡിലും നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നടുക്കുള്ള ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു ബണ്ണ് ഇതേപോലെ നേരെ വെച്ചിട്ട് ഞാനിത് അതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, അതിൽ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഓർഗാൻസ റിബണിൻ്റെ ആ ഒരു പീസ് ഇതേപോലെ 2 സൈഡിലും ഇതേപോലെ കയറ്റി കൊടുക്കാം. ബണ്ണ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് കയറ്റി കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ബണ്ണ് നന്നായി അതിൽ ഫിക്സ് ആയിരിക്കാനാണ്. അപ്പോൾ അത് ഇളകി വരില്ല നമ്മൾ എത്ര വലിച്ചാലും. ഇതേപോലെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇനി കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ഒരുപാടുണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് അതേപോലെ ലൈറ്റർ വെച്ചൊന്ന് കത്തിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫ്ലവർ അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഗ്ലൂ തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഈ 2 സൈഡും ആ റിബണിൻ്റെ ആ ഒരു ഭാഗവും ആ ഫ്ലവറിലോട്ടൊന്ന് നന്നായി ഫിക്സ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇത് ഇളകി വരികയില്ല, നന്നായി ഫിക്സായി അവിടെ തന്നെ ഇരുന്നോളും. അപ്പം നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്.
ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ രണ്ട് സൈഡിലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബണ്ണ് വെച്ച് കൊടുക്കാനായിട്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത മോഡൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ നെറ്റിൻ്റെ ഫാബ്രിക് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 15 സെൻറ്റിമീറ്റർ നീളത്തിലും 15 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെറിയ ബോ ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 15 സെൻറ്റിമീറ്റർ നീളവും വീതിയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു 12 സെൻറ്റിമീറ്റർ നീളവും വീതിയുമായിട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിലും കുട്ടികൾക്കൊക്കെ കെട്ടണമെങ്കിൽ ഒരുപാട് നീളം വേണ്ടാന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എന്നിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം ഇതേപോലെ ഒരു ബണ്ണ് എടുത്തിട്ട് അതിൽ നന്നായി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സാറ്റിൻ റിബണിൻ്റെ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ആദ്യം അതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ബണ്ണ് ഇളകി വരാത്ത രീതിയിൽ നന്നായി ഫിക്സ് ആയിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം ബാക്കിൽ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നന്നായി 2 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. അതേപോലെ ഗ്ലൂ തേച്ച് നന്നായി ഒട്ടിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ആ ഒരു ബണ്ണ് അതിൽ നിന്ന് ഇളകി വരികയില്ല. അല്ലാതെ നമ്മൾ നേരിട്ട് ഇതിലോട്ട് ഈ ഒരു ബോർഡ് അത് ബണ്ണിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇളകി വരും. ഇങ്ങനെ ചുറ്റി കൊടുത്താൽ അത് നന്നായി അവിടെ ഫിക്സായി ഇരുന്നോളും. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ബീഡ്സ് എല്ലാം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അതിലോട്ടും കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒന്ന് അതും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.